നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ എന്റെ തലയിൽ കയറി നിറങ്ങ നീ. അവൻ പടിപ്പുരവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് പുറകിൽ വരുന്നവനോടായി പറഞ്ഞു, ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്നറിയോ നീ അങ്ങയുടെ കട നശിപ്പിക്കുന്നത്? അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചെവിയാട്ടി നിൽക്കുന്നവനെ നോക്കി ചോദിച്ചു. ആ നിമിഷം തന്നെ അവനൊന്ന് ചിഹ്നം വിളിച്ചു. വേണ്ട, ഇനി നിന്നെ ഈ പടിക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന പ്രശ്നമില്ല. അവൻ പറഞ്ഞുകൊണ്ട് ചങ്ങല കയ്യിലേക്ക് എടുത്തു. തീർന്നടാ കുട്ടി ശങ്കര, നീ തീർന്ന്. എല്ലാം കണ്ടുകൊണ്ട് ഉമ്മർത്തിരുന്നിരുന്ന രാഹു പറഞ്ഞു, ഇവിടെ സമയാസമയത്തിന് തിന്നാനും കുടിക്കാനും ഞാൻ തരുന്ന പോരായിട്ടാണോടാ നീ തീറ്റയും കൂടി പുറത്തുനിന്നാക്കുന്നത്? പട്ടക്ക് പട്ട, കരിമ്പിന് കരിമ്പ്, ശർക്കരക്ക് ശർക്കര, പഴത്തിന് പഴം, എല്ലാം നിനക്കിവിടെ കിട്ടുന്നില്ലേ? പിന്നെ എന്തിനാടാ നീ നാട്ടുകാരുടെ മുതൽ പിടിച്ചു പറിക്കുന്നേ? അവൻ ചോദിച്ചുകൊണ്ട് അവന്റെ കാലിൽ ചങ്ങല ചുറ്റിക്കൊണ്ടിരുന്നു. അവനൊന്ന് മുരണ്ടോണ്ട് ഇളകി നിന്നു. വേണ്ട വേണ്ട, നിന്റെ അഭ്യാസം എന്നോട് വേണ്ട. ഇനി എന്തൊക്കെ വന്നാലും നിന്നെ ഞാനിതിന് പുറലോകം കാണിക്കില്ല. അവിടെ കിടക്ക്. മേഘൻ മുറ്റത്ത് മാവിന്റെ ചൂട്ടിൽ അവനെ തളച്ചുകൊണ്ട് പിന്തിരിഞ്ഞടന്നു. പുറകിൽ നിന്ന് പരിഭത്തോടെയുള്ള ചിഹ്നം വിളി ഉയർന്നു കേട്ടു. ഇല്ല, നിന്നെ ഇനി നമ്പുന്ന പ്രശ്നമേ ഇല്ല. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആൻ കുട്ടിശങ്കരൻ നേർക്ക് തിരിഞ്ഞെന്ന് അഴിഞ്ഞുടങ്ങിയ മുണ്ടൊന്നും മടക്കിയെടുത്തുകൊണ്ട് പറഞ്ഞു. ആ നിമിഷം തന്നെ കുട്ടിശങ്കരൻ അവന് മുമ്പിൽ വണങ്ങിന്നുകൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അവനവന്റെ 18ാമത്തെ അടവും പുറത്തെടുത്തു. ഇതിലെ ഏട്ടം ഫ്ലാറ്റ് ആവുമെന്ന് കണ്ടറിയാം. രുദ്രൻ ചിരിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും കാര്യമില്ല. ഞാൻ നിന്നെ അഴിച്ചു വിടുന്ന പ്രശ്നേ ഇല്ല. അവൻ തനിക്കുമ്പിൽ വണങ്ങിയെന്നവരെ നോക്കി അറുത്തുമുറിച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞകത്തേക്ക് നടന്നു. ആ നിമിഷം തന്നെ ആ കോവിലകം കുലുങ്ങുമാറുച്ചത്തിൽ കുട്ടിശങ്കരന്റെ ചിഹ്നം വിളി ഉയർന്നു. നീ കിടന്ന് ഇങ്ങനെ അലറിയിട്ടൊരു കാര്യമില്ല മോനെ ശങ്കര. നിന്നെക്കാൾ വലിയ അലറൽ വീണ ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയത്. രുദ്രൻ അവനടുത്തേക്ക് വന്നിന്ന് ഒരു പട്ട അവനരിയിലേക്ക് വലിച്ചു നീട്ടിട്ട് കൊടുത്തുകൊണ്ട് അവനോടായി പറഞ്ഞു. അവനതിനെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയെറിഞ്ഞുകൊണ്ട് വീണ്ടും ഒന്ന് ചിഹ്നം വിളിച്ചു. ആഹാ, അപ്പൊ നിരാഹാരാണല്ലേ? ആയിക്കോട്ടെ, ഇനി ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ആ അകത്തേക്ക് പോയി തിരികെ വരണമായിരിക്കും അല്ലേ? അവൻ ചെവിയാട്ടി നിൽക്കുന്നവരെ നോക്കി ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ താഴേക്കിരുന്നു. ആഹാ, കുത്തിരിപ്പ് സത്യാഗ്രഹം ഉണ്ടോ? രുദ്ര അത് കണ്ട് ചിരിയൊതുക്കിക്കൊണ്ട് ചോദിച്ചു. അടുത്ത നിമിഷം തന്നെ അവന്റെ മേലേക്ക് ഒരു കുട്ട മണ്ണ് വന്ന് വീണു. തുമ്പിക്കൈ കൊണ്ട് മണ്ണ് വാരി എറിയുന്നവനെ കണ്ടതും അവൻ ദേഹത്തായ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി. വെറുതെ അല്ലടാ അങ്ങേ നിന്നോട് തളച്ചിട്ട് പോയത്. ആദ്യം സ്വഭാവം നന്നാവണം, അവിടെ കിടക്കുന്നേ. അവൻ തന്റെ മേലേക്ക് വീണ്ടും മണ്ണ് തെറിപ്പിക്കുന്നവനെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. തന്റെ മാറിൽ തളർന്നുറങ്ങുന്ന കുഞ്ഞുമായി ഭിത്തിയിലേക്ക് ചാരിയിരുന്ന കണ്ണുകൾ അടച്ചവൾ അറിയാതെ എപ്പോഴോ കുഞ്ഞിനെ പുറക്കത്തിലേക്ക് വീണുപോയിരുന്നു. ആരോ ആ ഇടുങ്ങിയ മുറിയുടെ മരവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരുന്ന ശബ്ദമാണ് അവളെ തന്റെ നിദ്രയുടെ ആഴങ്ങളിൽ തിരികെ കൊണ്ടുവന്ന്. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് കുഞ്ഞിനെ മുറുകെ പിടിച്ച് നേരെ നോക്കിയതും കാണുന്നത് തന്നെ തുറിച്ച് നോക്കി നിൽക്കുന്നവനെയാണ്. അവൾ കുഞ്ഞുമായി പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അവന് മുമ്പിൽ തലകുനിച്ച് നിന്നു. നിനക്ക് കിടന്നുറങ്ങാൻ സ്ഥലം പോരായിട്ടാണോടി നീ ഇവിടെ ഇരുന്നുറങ്ങുന്നത്? ഇന്ദ്രൻ തനിക്കുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നവളെ നോക്കി മുരണ്ടു. ഞാനത് അറിയാതെ കുഞ്ഞ്. അവൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അവന് മുമ്പിൽ നിന്ന് ഉരുകി. നിന്ന് വിൽക്കാ കുഞ്ഞിനെ അവിടെ കിടത്തി എന്റെ മുറിയിലേക്ക് വാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. അവൾ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് തന്നെ തല ഉയർത്തി പോലും നോക്കാൻ നിൽക്കുന്നവളോടായി പറഞ്ഞു. അവൾ അതിനൊന്നും തലയാട്ടിയതും അവൻ ആ വാതിൽ ചാരി പുറത്തേക്ക് പോയി. എന്റെ ദേവി, ഇനി അടുത്തെങ്കിൽ എന്നോടാവോ? അവൾ കുഞ്ഞിനെ കട്ടിലേക്ക് എടുത്തിക്കൊണ്ട് രണ്ടു വശവും തലയിണ വെച്ചതിന് ശേഷം സ്വയം ചോദിച്ചു. കരഞ്ഞു തളർന്നുറങ്ങുന്ന കുഞ്ഞിന്റെ കണ്ണിലൊട്ടിയ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് അവൾ വാതിൽ ചാരി പുറത്തേക്ക് നടന്നു. അവന്റെ അറയിലേക്ക് നടന്നെടുക്കുന്തോറും അവൾക്ക് നന്നായി തന്നെ വിയർക്കാൻ തുടങ്ങി. അവിടേക്ക് അടുക്കുന്തോറും മുറുകിയ ഹൃദയമിടിപ്പിന്റെ വേഗത അവളെ കൂടുതൽ തളർത്തിക്കൊണ്ടിരുന്നു. ഒരു വേള തിരികെ പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. എപ്പോഴേക്ക് ഇവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴേക്ക് ചെവി പൊട്ടുന്ന ചീത്ത കേട്ടാണ് മടങ്ങിയിരിക്കുന്നത്. അവൾ ആ മുറിക്കുന്നിൽ വന്നിന്ന് ദീർഘമായോ നിശ്വസിച്ചു. ശേഷം നീട്ടിയൊരു ശ്വാസം എടുത്തുകൊണ്ട് ആ വലിയ മരവാതിൽ പയ്യെ തുറന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും ഒരു നിമിഷം അതിനകത്ത് മുഴുവൻ അവിടെ കണ്ണുകൾ അവന് വേണ്ടി ഓടി നടന്നു. നല്ല വിസ്താരമുള്ള വിശാലമായ മുറിയാണ്. വലിയൊരു സപ്രപഞ്ചക്കട്ടിൽ മുറിയുടെ ഒത്ത നടുക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വലതുവശത്തായി വലിയൊരു തടിയലമാരയും അതിനോട് ചേർന്നതിന് വലിയൊരു കണ്ണാടിയുമുണ്ട്. ഇടതുവശത്ത് ഒരു വട്ടമേശയും കസേരയും കിടക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് ചെറിയൊരു പുസ്തക ശേഖരവും കാണാം. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവൾ അവിടെയെല്ലാം കണ്ണോടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞതും ആ മുറിയുടെ വാതിൽ മലക്കെ തുറന്ന് അവനകത്തേക്ക് കയറിയത് ഒന്നിച്ചാണ്. അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കിയതും കാണുന്നത് വാതിലടച്ച് കുറ്റിയിടുന്നവനെയാണ്. അവൾ ഇട്ടിരുന്ന ചുരിദാറിന്റെ ഷോളിൽ വിരൽ കോർത്ത് വലിച്ചുകൊണ്ട് അവന്റെ വായിൽ നിന്ന് വീഴുന്ന എന്തും കേൾക്കാൻ തയ്യാറായി താഴേക്ക് മിഴികൾ പതിപ്പിച്ചു വെച്ച് നിന്നു. അവൻ അവളെ നോക്കിക്കൊണ്ട് അലമാര തുറന്നൊരു ഷർട്ട് പുറത്തേക്ക് എടുത്തു. ശേഷം അത് കട്ടിലേക്ക് ഇട്ടുകൊണ്ട് വിയർപ്പിൽ കുതിർന്ന് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി വേർപ്പെടുത്താൻ തുടങ്ങി.
എന്റെ ദേവി, ഇങ്ങേര് തുണി മാർന്ന് കാണിക്കാനാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അവൾ ഉള്ളിൽ ഞൊടിഞ്ഞു. നാണെന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ല സിംഹത്തിന്. അവൾ ഭിത്തിയുടെ വശം തിരിഞ്ഞുകൊണ്ട് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ഞൊടിഞ്ഞു. അവിടെയല്ല ഞാൻ, ഇവിടെയുള്ളത്. ഇല്ലിക്കൽ കോവിലത്തെ നീലിമ തമ്പുരാട്ടിക്ക് അടിയനോട് എന്തെങ്കിലും അരുൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയാവാം. തന്റെ തൊട്ടുപിറകിൽ നിന്ന് ഉയർന്നു കേട്ട ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു വന്നു. തന്റെ തൊട്ടുപിറകിൽ നിൽക്കുന്നവന്റെ സാമീപ്യത്തിൽ അവൾ ആരിലെ പോലെ വിറക്കാൻ തുടങ്ങി. അവൾക്ക് തിരിഞ്ഞു നോക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ പോലും അവളിലെ പിടപ്പും വിറയിലും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവൻ മാറിൽ കൈ പിണച്ചു വെച്ചുകൊണ്ട് തന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അവളോടായി പറഞ്ഞു. അവളൊരടി പോലും ചലിക്കാൻ കഴിയാതെ ഓരോ നിമിഷം കഴിയും തോറും തന്റെ ഉയർന്നിരിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. തിരിയാൻ! അവന്റെ ശബ്ദമുയർന്നും അവളൊന്ന് ഞെട്ടിപ്പറച്ചുകൊണ്ട് അവന് നേർക്ക് തിരിഞ്ഞു നിന്നു. തന്റെ മുഖമുയർത്തി നോക്കാതെ താഴേക്ക് മിഴികൾ പതിപ്പിച്ച് കയ്യിലെ ഷോളിൽ വിരൽ കൊണ്ട് ചുഴറ്റി വലിച്ച് നിൽക്കുന്നവളെ അവൻ രൂക്ഷമായി നോക്കി. അവിടെ എന്തെങ്കിലും കിടപ്പുണ്ടോ? അവൻ അവളെ നോക്കി ശാന്തമായി ചോദിച്ചു. അവൾ കാര്യം മനസ്സിലാവാതെ പരിങ്ങി. ചോദിച്ചു കേട്ടില്ല നീ? താഴെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോന്ന്? ഇല്ല. അവൾ പെട്ടെന്ന് ഉത്തരം നൽകി. അവന്റെ ഈ ഗർജനമാണ് അവളെ ഭീതിയിലാഴ്ത്തുന്നത്. പൊതുവെ എല്ലാവരോടും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഗർജിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ആ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും പറയാൻ തന്നെ അവൾക്ക് നാളിതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എന്റെ മുഖത്തേക്ക് നോക്കടി! അവൻ തന്റെ മുന്നിൽ നിന്ന് വിറക്കുന്നവളോട് പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പതറലോടെ മുഖമുയർത്തി നോക്കി. തന്നെ എരിച്ചു കളയും പോലെ നോക്കുന്നവനെ കണ്ടതും അവളൊന്ന് ഉമിനീരിറക്കിപ്പോയി. നിന്നെ ഇങ്ങോട്ട് കൂട്ടുമ്പോ എന്നാ നിന്നോട് പറഞ്ഞിരുന്നു? അവന്റെ ചോദ്യം അവളിൽ കൂടുതൽ വിറയൽ പടർത്തി. അത് ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അവന്റെ ശബ്ദം അവളുടേതിനെ ഭേദിച്ചുകൊണ്ട് ഉയർന്നു കേട്ടു. കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾ വിക്കലോട് അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകി. എന്നിട്ട് നീ അതാണോ ഇത്രയും കാലം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അവൻ അവളിൽ തന്നെ തന്റെ രൂക്ഷമിഴികൾ പതിപ്പിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്ക് വേറെ വഴി, ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു. അവൻ ചോദിച്ചു. അവൾ പൊടുന്നതിനെ അവനെ തല ഉയർത്തി നോക്കി. നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഞാൻ പറഞ്ഞോ നീ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്? അവന്റെ ചോദ്യം അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചു. ഇല്ല. അവൾ അവനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മിഴികൾ മാറ്റിക്കൊണ്ട് ഉത്തരം നൽകി. എന്റെ ബുദ്ധിമുട്ട് മാത്രം നീ നോക്കിയാൽ മതി. അവൻ അവളോട് തീർത്ത് പറഞ്ഞു. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. പിന്നെ ഇവിടെയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എന്റെ മുഖത്ത് നോക്കി എന്നെ പറഞ്ഞപ്പോഴാ ഞാൻ അവർ പറയുന്ന പോലെ ഓരോന്ന് ചെയ്തു തുടങ്ങിയത്. അവർക്ക് ഞാനും കുഞ്ഞൊരു ബാധ്യതയാണെന്ന്. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാനാണെന്ന് വെച്ചാ നിന്നെ എന്തിനാണ് ഈ പുല്ലപ്പിനെ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവൻ അവൾക്ക് നേരെ ശബ്ദമുയർത്തി. അവൾ പറഞ്ഞ വാക്കുകൾ മുഴുമിക്കാൻ കഴിയാതെ അവന് നേർക്ക് മിഴിയുയർത്തി നോക്കാൻ കഴിയാതെ അങ്ങനെ നിന്നു. നിന്നോട് ഇതിനു മുമ്പ് പല പ്രാവശ്യം കൃത്യമായി പറഞ്ഞ നിന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുന്നേ തൊട്ട് ഞാൻ പറയുന്ന കാര്യം ഇത്. ഈ വീട്ടിലുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് പഞ്ചപ്പുച്ചടക്കി നിൽക്കാൻ നീ ആരാടി? അവര് വിലക്ക് വാങ്ങിയ അടിമയോ? അവന്റെ വാക്കുകൾ അവളുടെ കണ്ണുകളെ വീണ്ടും ഇരനണീച്ചു. ഈ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിന് നിൽക്കാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. അവൾ അടിമ കണ്ണു കളിക്കാൻ പോയിരിക്കുന്നു. അവൻ പല്ലേരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വീതുമ്പുന്ന ചുണ്ടുകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നീങ്ങി. നീ വലിയ ബാധ്യതകൾ കണക്ക് പറയുന്ന കേട്ടല്ലോ. ഞാൻ പറഞ്ഞോടി നീയും കുഞ്ഞു എനിക്ക് ബാധ്യതയാണെന്ന്. അവൻ അവളോട് വീണ് ചാടിക്കടിച്ചു. അവൾ വായ പൊത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. നിന്റെ തന്ത ചത്തുപോയ നാരായണൻ ജീവനോടെ വന്നോടി പോത്തെ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ. അവൻ അവൾക്കടുത്തേക്ക് ഒരടി കൂടി നീങ്ങുന്നുകൊണ്ട് ശബ്ദമുയർത്തി. അവൾ വീണ്ടും അവനെ കണ്ണുകൾ ഉയർത്തി നോക്കാതെ ഇല്ല എന്ന് തലയാട്ടി. പിന്നെ എന്തിനാണ് ഈ പുല്ല നീ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? അവൻ വീണ്ടും അവൾക്ക് നേരെ ചാടിയതും അവൾ പുറകിലേക്കൊന്ന് വേസിപ്പോയി. ഞാൻ പറഞ്ഞൊന്നും ചെയ്യാൻ നിനക്ക് വയ്യ. എന്നിട്ട് എന്ത് പറഞ്ഞാലും അവളുടെ ഒരു ഒടുക്കത്തെ പൂങ്കണീര്. എങ്ങനെ മോങ്ങാൻ നീ ആരടി? കണ്ണീർ സീരിയലിലെ നായികയോ? കണ്ണുടക്കടി! അവനൊന്ന് ശക്തമായി പറഞ്ഞു. അവൾ വേഗം തന്നെ കണ്ണുകൾ തുടച്ചു. കുഞ്ഞിന്റെ കാര്യം നോക്കാൻ പറഞ്ഞ അതുമാത്രം നോക്കണം. അല്ലാതെ ഇല്ലിക്കൽ കോലത്തെ തമ്പുരാട്ടിക്കുട്ടിയെ കൊണ്ട് അടിമ പണി ചെയ്യിക്കാന്ന് ഇവിടെ ആർക്കും ഞാൻ വാക്കുകൊടുത്തിട്ടില്ല. മനസ്സിലായോടി പോത്തെ നിനക്ക്? അവൾ വേഗം മനസ്സിലായി എന്നവൾ തലയാട്ടി കാണിച്ചു. നിന്റെ തന്ത നാരായണൻ ഇങ്ങനെ ഒരാൾക്കുമ്പിലും തലകുനിച്ച് നിൽക്കുന്ന ഞാൻ അങ്ങയുടെ മരണം വരെ കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നെല്ലാം പോയിട്ടും ആ ശിരസും മരിക്കുന്നവരൊരാൾക്കുമ്പിലും ദേ നീ നിൽക്കുന്ന പോലെ വണങ്ങി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അവനത് പറഞ്ഞതും അവൾ കരഞ്ഞിളങ്ങിയ കണ്ണുകളോടെ അവനെ മിഴിയുയർത്തി നോക്കി. ജനിപ്പിച്ച തന്തയെ പറയിപ്പിക്കാനായിട്ട് ഓരോരോ വേഷം കെട്ടലായിട്ട് ഇറങ്ങിത്തിരിക്കുക അവള്. തന്നെ കരഞ്ഞിളങ്ങിയ കണ്ണുകളോടെ നോക്കുന്നവളെ നോക്കി അവൻ അമർഷത്തോടെ പറഞ്ഞു. ഇനി മേലാൽ ഈ കഴുത്തിങ്ങനെ വാഴക്കൊല പോലെ കീഴ്പോട്ട് വളച്ചു നിൽക്കുന്ന കാര്യം ഞാൻ കണ്ട പിന്നെ ഒരിക്കലും ഉയർത്താൻ പറ്റാതെ വിധ പിടിച്ചു ഓടിച്ചു നോക്കി ഞാൻ പറഞ്ഞേക്കാം. അവൻ ചൂണ്ടുവിരൽ വരുത്തി താക്കിയതോടെ പറഞ്ഞു.
അവൾ വീണ്ടും നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവളിൽ നിന്ന് വെട്ടിച്ചു മാറ്റി. ഇനി ഒരിക്കൽ കൂടി നിന്നെ ഇവിടെയുള്ളവരുടെ അപ്പക്കാളയായിട്ട് ഞാൻ കണ്ട അന്ന് ആ നിമിഷം ഞാൻ നിന്നെ തിരികെ കൊണ്ടുവിടും. അതിലൊരു മാറ്റവും ഇല്ല. അവൻ അവളെ നോക്കാൻ പുറത്തേക്ക് നോക്കി 2 കൈകളും പുറകിലേക്ക് പിണച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ഇവിടുന്ന് പറഞ്ഞു കിട്ടാ അപ്പൊ കുഞ്ഞോ? അവൾ അവനെ നോക്കി കണ്ണുടച്ചുകൊണ്ട് ചോദിച്ചു. അതെന്തിനാ നീ അറിയുന്നത്? പറ്റില്ല, എനിക്ക് തന്നേക്ക്. എന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി ഇട്ടേക്കും. ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം. ആഹാ, അപ്പൊ അവിടം വരയ്ക്ക് നീ കിനാവേണ്ട തുടങ്ങിയല്ലേ? അവൻ ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നീ. അവൾ അവനടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പുറകിലേക്ക് ചുവട് വെച്ചു. എന്നാലും നിനക്ക് അടിമപ്പണി ചെയ്യാതെ വയ്യ അല്ലേടി? അവൻ അവൾക്കുമ്പിൽ നിന്ന് മുരണ്ട്. അവൾ എന്തോ പറയാമെന്നും അവൻ കൈകൾ ഉയർത്തി തടഞ്ഞു. പോവാൻ നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ ഈ നിമിഷം നിനക്ക് ഇറങ്ങാം. നിനക്ക് മാത്രം. നിന്നെ നീ പറയുന്നിടത്ത് ഞാൻ കൊണ്ടുവിടാം. എന്താ, സമ്മതാണോ? ഇല്ലിക്കൽ കോലത്ത് നീലിമ തമ്പുരാട്ടിക്ക്. അവൻ അവളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. അവൾ വേഗം വേണ്ടെന്ന് തലയാട്ടി. ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ലെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ എന്തിനാ ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിയത്? തമ്പുരാൻ കുഞ്ഞ് വിചാരിച്ചാ ഞങ്ങൾ രണ്ടുപേരെയും ഇവിടെയുള്ളവരുടെ കണ്ണെത്താത്തരത്തേക്ക് മാറ്റാൻ കഴിയായിരുന്നല്ലോ. അവൾ അവനെ നോക്കി ദയനീയമായി ചോദിച്ചു. കാരണം നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്നിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തതുകൊണ്ട്. ഞാൻ എവിടെയാണോ അവിടെ എന്റെ കൂടെ നിങ്ങളും വേണമെന്നുണ്ട്. ഒന്നിന്റെ പേരിലും ഒന്നിലും നിങ്ങൾ രണ്ടുപേരെയും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞ് പിടിച്ചോളാം ഞാൻ വാക്കുകൊടുത്തു പോയി. കൊടുത്ത വാക്ക് പാലിക്കാൻ ഇന്ദ്രൻ ഏതറ്റം വരെയും പോവും. അതിനാരെ വേണമെങ്കിലും എതിർക്കും. അതിപ്പോ എതിർവശത്ത് നിൽക്കുന്ന സ്വന്തം വീട്ടുകാരാണെങ്കിൽ പോലും. അവൻ അവളെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിനക്ക് ഈ മുറി വിട്ടു പോവാം. ഇനി ഒരിക്കൽ കൂടി ഇതേ കാര്യം പറഞ്ഞ് നിന്നെ ഇതിനകത്തേക്ക് വിളിപ്പിക്കേണ്ട ആവശ്യം വരരുത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാ പിന്നെ ഇവിടുന്ന് ഒരു തിരിച്ചുപോക്ക് ഇല്ലിക്കലെ തമ്പുരാട്ടിക്കുട്ടിക്ക് ഉണ്ടാവില്ല. പറയുന്നത് ഈ ലക്ഷ്മണ ജിതേന്ദ്രനാ. അവൻ തനിക്കുമ്പിൽ കണ്ണുമിഴിച്ച് നിൽക്കുന്നവളെ നോക്കി താക്കിയതോടെ പറഞ്ഞു നിർത്തി. എന്നെ തുറിച്ചു നോക്കി കഴിഞ്ഞെങ്കിൽ പോവാം. അവൻ അവളെ തന്റെ കൂർത്ത കണ്ണുകളോടെ നോക്കി പറഞ്ഞു. അവൾ വേഗം അവിടെ നിന്ന് തിരിഞ്ഞടന്നിരുന്നു. വാതിൽ തുറന്ന് അതിന് പുറത്തേക്ക് ഇറങ്ങിയവൾ നെഞ്ചിൽ കൈവച്ച് നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. ദേവി, നീ കാത്തു. ആൾ മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ധൃതിയിൽ തന്നെ മുറിയിലേക്ക് നടന്നു. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഒരു ടീച്ചറാ, ശ്രീദേവി ടീച്ചർ. ഇത് അവരുടെ വീടായിരുന്നു. പിന്നെന്തോ ജോലി സംബന്ധമായിട്ട് അവരിവിടുന്ന് കുടുംബമായിട്ട് മാറിപ്പോവുണ്ടായത്. വീട് ചന്ദ്രമംഗലത്തുകാർക്ക് കൊടുക്കുകയും ചെയ്തു. ഇതിപ്പോ മംഗലത്തെ രുദ്രൻ കുഞ്ഞിന്റെ പേരിലാ ഉള്ളത്. ഈ രുദ്രൻ എന്ന് പറയുന്നത്? അവളെ അയാളെ നോക്കി നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു. മൈ കുഞ്ഞിന്റെ താഴത്തേത് രുദ്രനാഥ് എന്നാ മുഴുവൻ പേര്. എറണാകുളത്ത് ഒരു കോളേജിൽ പഠിക്കായിരുന്നു ആള്. കുഞ്ഞിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല പോവാൻ. പക്ഷെ മഹിക്കുഞ്ഞ് സമ്മതിച്ചില്ല. നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി ആക്കി. എന്നിട്ടെന്താ, പിറ്റേ ആഴ്ച തന്നെ ആളിങ്ങ് തിരിച്ചെത്തി. അയാളൊരു ചിരിയോടെ പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു. കുറച്ചു ദിവസം മുന്നേ രുദ്രൻ കുഞ്ഞെ ഇവിടത്തേക്ക് വാടകക്കാരെ കിട്ടുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഈ വീടിങ്ങനെ വെറുതെ കിടന്നുകൊണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയത് കലാക്ഷേത്രം നോക്കാൻ വരുന്ന ആളെ ഏൽപ്പിക്കാന്നായിരുന്നു. അയാൾ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് അവളോട് പറഞ്ഞു. അയ്യോ, അപ്പൊ ഈ വിവരാട് ചേട്ടൻ തമ്മിലാണ് ഞാൻ പ്രശ്നമാവില്ലേ? നീ ഇവിടെ ഇറക്കി വിട്ടാലോ? അവളെ അയാളോട് ആദ്യയോടെ തിരക്കി. ഏയ്, കാര്യം ശരി. ആൾക്ക് ഇത്തിരി വാശിയും ദേഷ്യവും കൂടുതലാണെങ്കിലും അമ്മാതിരി ചെറ്റത്തിലൊന്നും തമ്പുരാൻ കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. കലാക്ഷേത്രയുടെ കാര്യത്തിൽ മാത്രമേ കുഞ്ഞിങ്ങനെ വാശി കാണിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടി, പെട്ടിന്നൊന്നും പുറത്തേക്ക് എടുത്തു വെക്കണ്ട കേട്ടോ. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാലേ നിൽക്കണോ പോണോ എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവൂ. അയാൾ അവളെ നോക്കി സ്വതവേയുള്ള ചിരിയോടെ പറഞ്ഞു. ഞാനും കരുതി തന്നെ ഇരിക്കുന്നു. പോവാൻ പറഞ്ഞ പിന്നെ പോവാൻ നിർത്തിയില്ലല്ലോ. അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു. കുട്ടിക്ക് ഇവിടൊക്കെ ഇഷ്ടമായോ? അയാൾ അവളെ നോക്കി ചോദിച്ചു. ഇഷ്ടമായി. നല്ലൊരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. നഗരത്തിന്റെ തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ അന്തരീക്ഷം. അവൾ തന്നെ ഇതിനു മുന്നുള്ള ജീവിതയാത്രകളുടെ സ്മൃതികളിൽ അലിഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു. ഈ കാണുന്ന ശാന്തത കണ്ടിട്ട് നാരായണമംഗലത്തെ അവിടുത്തെ ആളുകളെ ഒന്നും വിലയിരുത്തണ്ടാട്ടോ കുട്ടി. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ വേണ്ട. നാളെ നിനക്കൊരു പ്രശ്നം വന്നാ ഇവിടെ നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്ത ആരും കാണില്ല. എന്തിന്, ഈ ഞാൻ വരെ കുട്ടിയെ തള്ളിപ്പറഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് ആരെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണ്ട. ഒക്കെ കുറുക്കന്റെ കൂട്ടാ, ചതിക്കും. അവളെ അയാൾക്ക് മുന്നറിയിപ്പ് നൽകി. അവൾക്ക് ചെറുതായ ഒരു ഭയം ഉള്ളിൽ തോന്നിയെങ്കിലും അവളത് വെളിയിൽ കാണിച്ചില്ല. താൻ ഇവിടേക്ക് വന്ന എന്തുദ്ദേശത്തോടെയാണോ അത് നടത്തിയെടുക്കാൻ ഇവരൊന്നൊരു തടസ്സമില്ലെന്ന് തന്നെ അവൾ അടിയുറച്ച് വിശ്വസിച്ചു. അതെന്താ അങ്ങനെ? അവളെ അയാളോട് ഉദ്യോഗത്തോട് ചോദിച്ചു. അതങ്ങനെയാ. ഇവിടെ ഉള്ളവർക്ക് വേദവാക്യം നാൽപ്പാട്ടില്ലക്കാരും ചന്ദ്രമംഗലത്തുള്ളവരും പറയണതാ. അതിപ്പോ ശരിയായാലും തെറ്റായാലും ഈ രണ്ടു കൂട്ടര് പറയുന്ന ഇവിടെ ഉള്ളവർ കേൾക്കൂ.
പുറത്തുനിന്ന് ഒരാൾ ഇവിടെ എത്ര കാലം താമസിച്ചു എന്ന് പറഞ്ഞാലും ഇവിടെ തന്നെ ജീവിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഈ രണ്ടു കൂട്ടർക്കെതിരെ അവർ നിന്നാ പിന്നെ അവർ ഈ നാടിന്റെ മുഴുവൻ ശത്രുവാ. അവരെ പ്രീതിപ്പെടുത്താൻ ഇവിടെയുള്ളവർ എന്തും ചെയ്യും. അതാ കുട്ടിയോട് ഞാൻ നേരത്തെ പറഞ്ഞ് തമ്പുരാൻ കുഞ്ഞായിട്ട് പ്രശ്നത്തിനൊന്നും പോവല്ലേ എന്ന് അയാൾ പറഞ്ഞു. അവളിലെ ആശങ്കകൾ അധികരിച്ചിരുന്നു. പണ്ട് ഇവിടെ ഒരു സ്കൂൾ മാഷ് ഉണ്ടായിരുന്നേ. ആളിതുപോലെ ഇവിടുത്തെ സ്കൂളിൽ കണക്ക് മാഷായിട്ട് ട്രാൻസ്ഫർ ഇട്ടി വന്ന നല്ല മനുഷ്യനൊക്കെ ആയിരുന്നു. പക്ഷെ ആൾക്ക് ഈ നാൽപ്പാട്ട് തറവാട്ടുകാരെ തീരെ പിടിക്കില്ലായിരുന്നു. കാര്യം അവിടുത്തെ ഇന്ദ്രൻ കുഞ്ഞൊഴിയ ബാക്കിയെല്ലാം ചെറ്റക്കൂട്ടങ്ങളാ. പക്ഷെ എന്നിരുന്നാൽ കൂടി നാട്ടുകാരവരെ പ്രീതിപ്പെടുത്താൻ ഒരു പ്രശ്നം വന്നാൽ അവർക്കൊപ്പേ നിൽക്കൂ. നാൽപ്പാട്ടുകാരായിട്ടുള്ള ഇയാളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ നാൾക്ക് നാൾ കൂടി വരുന്നതിനനുസരിച്ച് അയാൾ ഈ നാട് മുഴുവൻ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ഒരു ദിവസം പരസ്യമായിട്ട് അയാൾ നാൽപ്പാട്ടക്കാരനവരായ ശിവശങ്കരൻ നമ്പിയെ അമ്പലമുറ്റത്ത് വെച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ആക്ഷേപിച്ചു. വലിയ നമ്പുരാനും തിരികെ എന്തൊക്കെയോ പറഞ്ഞു. അവസാനത്തൊരു കയ്യാങ്കളിയിൽ കലാശിച്ചു. അയാൾ ഒരു കല്ലെടുത്ത് തമ്പുരാന്റെ നെറ്റിക്ക് തന്നെ ഒരു ഏറുവെച്ചു കൊടുത്തു. നാട്ടുകാർ വെറുതെ ഇരിക്കോ, അവിടെ വെച്ച് തന്നെ ആളെ നന്നായി പെരുമാറി വിട്ടു. അവിടെ കൊണ്ടും തീർന്നില്ല. അന്ന് രാത്രി തന്നെ അയാൾ താമസിച്ചിരുന്ന വീട് എല്ലാവരും കൂടി തീയിട്ടു. പിറ്റേ ദിവസം പോലീസ് വന്ന് പേരിനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നതിനെ നേരിട്ട് ആരും ആരെയും ഒറ്റിയില്ല. അത് ചെയ്തവരോട് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും ഒന്നും പുറത്തു പറയില്ല. അതാ ഞാൻ കുട്ടിയോട് പറഞ്ഞു, ഇവിടെ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നടക്കും. അതിലൊന്നും തലയിടാതെ സ്വന്തം കാര്യം നോക്കി നടന്ന അവന് നന്ന്. അയാൾ അവൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കൊടുത്തു. അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളെ കൂടുതൽ ഭയപ്പെടുത്തുന്നവയായിരുന്നിട്ട് പോലും അവൾ അതിനെ നേടാൻ തന്നെ തീരുമാനിച്ചു. എന്തു വന്നാലും പതറാതെ നിൽക്കാൻ അവൾ സ്വയം പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ വേറൊരു കാര്യം, രാത്രികാലങ്ങളിലൊന്നും ഈ പരിസരത്തൂടൊന്നും നടക്കരുത്, പ്രത്യേകിച്ച് 9 മണിക്ക് കഴിഞ്ഞ. അതെന്താ? അവൾ അല്പം ഭയത്തോടെ ചോദിച്ചു. നിറയെ അമ്പലങ്ങളും കാവുകളൊക്കെയുള്ള സ്ഥലമല്ലേ. ആ സമയം തൊട്ട് ആട്ടിക്ക് വരവും പോക്കും നടക്കുന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. കള്ളന്മാരാണോ? ഏയ്, ഈ വരവ് പോക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ കുട്ടി? ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്ന ഒത്തിരി പേരുണ്ടേ. ഇതുപോലെ കാവിനടുത്ത് വീടുള്ളവരാ കൂടുതൽ ഇത് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇവിടെ കുട്ടി താമസിക്കുന്നതിനടുത്ത് തന്നെയല്ലേ തേതിക്കാവ്. അതാ ഞാൻ പറഞ്ഞു. അതൊക്കെ ഓരോരോ അന്ധവിശ്വാസങ്ങളല്ലേ, വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ പറയുന്ന ഓരോരോ കാര്യങ്ങൾ. ശരിക്കും അങ്ങനെ ഏതെങ്കിലും ദൈവം തന്റെ ഭക്തരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമോ? അവൾ അയാളെ നോക്കി ഉദ്യോഗത്തോടെ ചോദിച്ചു. കുട്ടി ഏതുപോലത്തെയാണെന്നാ പറഞ്ഞേ? അയാൾ അവളെ നോക്കി മറുചോദ്യം ചോദിച്ചു. അതെന്താ മാധവേട്ട അങ്ങനെ ചോദിച്ച്? അവൾ പതറലോടെ തിരക്കി. കുട്ടിക്ക് തീരെ വിശ്വാസമില്ലാത്ത കൂട്ടത്തിലല്ലേ? അയാൾ അവളെ നോക്കി ചെറിയോടെ ചോദിച്ചു. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അന്ധവിശ്വാസമില്ല. ഈ ഭൂതപ്രേത പിശാചുകളൊക്കെ സത്യമല്ലായിരിക്കും, പക്ഷെ വരത്തുപോക്ക് അതൊരു സത്യ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടു പോകുമ്പോൾ മാത്രം ആളുകൾ അംഗീകരിക്കുന്ന സത്യം. അയാൾ പറഞ്ഞു നിർത്തിയതും അവൾ കൂടുതൽ ആകാംക്ഷയോടെ അയാൾ പറയുന്ന കാതോർത്തു. ഒരു ദേശത്ത് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളും ഇല്ലേ? ഈ ക്ഷേത്രങ്ങളിലെ ദേവതകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രികാലങ്ങളിൽ ചില പോക്കുവരവുകൾ ഉണ്ടാവും. ഇവിടുത്തെ ചന്ദനകാവിലമ്മ ഇരണ്ടത്ര ഭഗവതിയും തമ്മിൽ ഇങ്ങനെ പോക്കുവരവുകൾ നടത്താറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ സഞ്ചരിക്കുന്ന വഴിയിൽ ആ സമയത്ത് ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ച ദേവീ കോപം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഈ വരത്തുപോക്ക് നടക്കുന്ന സമയം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി പോയി കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ദേവി തനിച്ചാകുന്ന സമയം, അതായത് പാർവതിയാമം കഴിഞ്ഞ് ദുർഗായാമത്തിലേക്ക് കടക്കുന്ന സമയം. അപ്പോഴാണ് സാധാരണയായിട്ട് ഇത് കണ്ടുവരാറ്. വരത്തുപോക്ക് നടക്കുന്ന വഴിയിലോ പരിസര പ്രദേശത്തോ വീട് വെച്ചാ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അയാൾ ചോദിച്ചതും അവൾ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അയാളുടെ വാക്കുകളെ ആകാംക്ഷയോടെ ശ്രമിച്ചു. പൊതുവെ ദേവീ ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെയുള്ള പോക്കുവരവുകൾ കണ്ടുവരാറ്. പിന്നെ വയലിനോട് ചേർന്ന ചില കാവുകളിലും. ഇവിടെ തന്നെ അങ്ങനെ വരത്തുപോക്ക് കിടക്കുന്ന വഴികൾ കിടന്ന് ഒത്തിരി പേര് ബോധമില്ലാണ്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. കുട്ടിക്ക് ഇത് വിശ്വസിക്കാതിരിക്കാം, പക്ഷേ ഇവിടെ ഉള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ വെല്ലുവിളിക്കുകയോ വരുത്. അയാൾ അവളെ ഓർമ്മിപ്പിച്ചു. ദേവി കുഞ്ഞു പോയതിൽ പിന്നെ ദേവീ കോപം കുറച്ചൊന്നല്ല ഇവിടെയുള്ളവർ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നത്. ഉത്സവത്തിന്റെ അന്ന് രാത്രിയാ കുഞ്ഞിനെയും ബ്രഹ്മദത്തം തിരുമേനിയെയും ക്ഷേത്രകുളത്തിൽ മുക്കിക്കൊന്ന്. ഈ നാട് മുഴുവൻ അവർ അന്വേഷിച്ചുള്ള തെരച്ചിലായിരുന്നു. അവസാനം ക്ഷേത്രകുളത്തിലെ ശവങ്ങൾ പൊങ്ങിയപ്പോ എല്ലാവരും സ്തംഭിച്ചു പോയി തന്നെ പറയാം. കാരണം ദേവിക്ക് അത്രയും വേണ്ടപ്പെട്ട രണ്ടുപേരല്ലേ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അന്ന് ആ സമയത്ത് ഒരുപാട് പോലീസുകാരൊക്കെ മാറി മാറി കേസ് അന്വേഷിക്കാൻ വന്നുവെങ്കിലും ഒന്നും നടന്നില്ല. ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് പുനഃപ്രതിഷ്ഠ നടത്തണമെന്നാ.
അങ്ങനെ എല്ലാവരുടെയും വിശ്വാസത്തോടെ പുനഃപ്രതിഷ്ഠ നടന്നു. എന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രം. അല്ല, ഉത്സവത്തോടടുക്കുന്ന സമയത്ത് ഒരു മരണം, അത് പതിവായി. ആരെ ഈ തേതി വന്ന സമയം തൊട്ട് കേൾക്കുന്ന ആരാ അവര്? അവളയാളെ നോക്കി ചോദിച്ചു. കൃത്യമായി പറഞ്ഞ ചന്ദ്രമംഗലത്തുകാരുടെ സ്വകാര്യ അഹങ്കാരായിരുന്നു തേതി കുഞ്ഞ്. വർഷങ്ങളായിട്ട് ചന്ദ്രമംഗല തറവാട്ടിൽ പെൺകുഞ്ഞുങ്ങളെ ജനിക്കാറില്ലായിരുന്നു. ജനിക്കുന്നതെല്ലാം ആൺകുട്ടികളാവും. അതിന്റെ പേരിൽ കുറച്ചൊന്നും വഴിപാടും കാര്യങ്ങളല്ല ചന്ദ്രമംഗലത്തുകാരൻ നടത്തിയത്. എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെയിരിക്കെ ഇതുപോലൊരു ഉത്സവ സമയത്ത് അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് ദേവീ സന്നിധിയിൽ ഒരു ആനയെ നടക്കിരുത്തിയ അത് ചന്ദ്രമംഗലത്ത് ഒരു പെൺകുഞ്ഞ് ജനിക്കാൻ കാരണമാവുന്ന. അന്നത്തെ കാരണവരായ ബ്രഹ്മദത്ത തിരുമേനിയുടെ സഹോദരനും മഹിക്കുഞ്ഞിന്റെയും രുദ്രൻകുഞ്ഞിന്റെയും ഒക്കെ മുത്തശ്ശനായ ദേവദത്ത തിരുമേനി കിഴക്ക് ദേശത്തുനിന്ന് എവിടുന്നോ ഒരു പിടിയാനെ കൊണ്ടുവന്ന് നടക്കിരുത്തി. ആനയെ നടക്കിരുത്തി കഴിഞ്ഞ 1 വർഷം കഴിയാറായതും ദേവദത്ത തിരുമേനിയുടെ വേളിയായ ലക്ഷ്മി തമ്പുരാട്ടി വീണ്ടും ഗർഭിണിയായി. ഈ പ്രാവശ്യം പക്ഷേ ചന്ദനക്കാവിലമ്മ അവരെ കൈവടിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെയും പൂജയുടെയും വഴിപാടിൻ്റെയൊക്കെ ഫലമായി ജനിച്ചതാ തേതി കുഞ്ഞ്. കുഞ്ഞ് ജനിച്ചവും പിന്നെ അങ്ങോട്ട് ചന്ദ്രമംഗലം തറവാട്ടുകാർക്ക് വെച്ചടി കയറ്റായിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന തേതി കുഞ്ഞാണെന്ന് തന്നെ അവർ വിശ്വസിച്ചു പോന്നു. ചന്ദ്രമംഗലത്തുകാരുടെ ഐശ്വര്യ ദേവതയായിരുന്നു തേതി കുഞ്ഞ്. സത്യം പറയാലോ, അതുപോലെ ദൈവിക ചൈതന്യമുള്ള മുഖം പിന്നീട് ഒരിക്കലും ഇവിടെ ജനിച്ച ഒരു പെൺകുഞ്ഞിനുണ്ടായിട്ടില്ല. അത്രയ്ക്ക് ദൈവികമായിരുന്നു സ്വഭാവവും. അത് തന്നെ. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും ചേർന്ന് അടുത്ത ദേവിയാക്കാൻ തന്നെ തീരുമാനിച്ചു. ദേവി കാരണം കിട്ടിയവളെ ദേവദാസിയാക്കാൻ തന്നെ എല്ലാവരും നിശ്ചയിച്ചു. ഉത്സവത്തിന്റെ അന്ന് രാത്രി അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാനിരിക്കുക എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. അയാൾ അന്നത്തെ ഓർമ്മയിലൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് തുടർന്നു. കുഞ്ഞു തിരുമേനിയും പോയി പിറ്റാഴ്ചനെ നടക്കിരുത്തിയ ആനയും ചെരിഞ്ഞു. ക്ഷേത്രക്കുളം ആരും ഉപയോഗിക്കാതെയായി. 2 ശവം പൊങ്ങിയ കുളമല്ലേ. ആളുകൾക്ക് പേടി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് നാൾ കാവ് അടച്ചിട്ടു. പിന്നീടാണ് പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി പഴയ രീതിയിലേക്ക് കാവ് മാറിയത്. ഇപ്പോഴും പൂർണ്ണമായിട്ടെല്ലാം ശരിയായി എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഉത്സവ സമയത്തോട് അടുക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണം. ദേവി അത്ര പെട്ടെന്നൊന്നുമില്ല മറക്കില്ല. അയാൾ അന്നത്തെ ഓർമ്മകളിൽ മുഴുകിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവളും ചിന്തിക്കുകയായിരുന്നു താൻ വന്നുവിട്ടിരിക്കുന്ന ചതുപ്പിനെ പറ്റി. ഈ ചതുപ്പിൽ നിന്ന് കരകയറാൻ താൻ കുറച്ചൊന്നും കഷ്ടപ്പെട്ടാൽ പോരാ. അവളെ ദീർഘനിശ്വാസത്തോടെ ഓർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.